ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ പത്മാവതിയുടെ അടുത്തേക്ക് ചെല്ലുന്ന വേണു രാജുവിൻ്റെയും ഋതികയുടെയും വിവാഹം ഉറപ്പിക്കാൻ സരസ്വതി തമ്പുരാട്ടി തൻ്റെ വീട്ടിൽ വന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുകയാണ്. തനിക്കും അതിന് സമ്മതമാണെന്നും അവർ തമ്മിൽ നല്ല ചേർച്ചയാണെന്നും ഒക്കെ തന്നെ പത്മാവതി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് വേണു പ്രതാപവർമ്മയുടെ വീട്ടിൽ തിരികെ എത്തിയിരിക്കുന്നതാണ്. പത്മാവതിയെ കണ്ട കാര്യം ഒക്കെ തന്നെ വേണു തമ്പുരാട്ടിയോട് പറയുകയാണ്. തുടർന്ന് തമ്പുരാട്ടി പറയുകയാണ്, എൻ്റെ മോളുടെ ജീവിതം തകർത്ത് കളഞ്ഞത് അംബികയാണെന്ന് എനിക്ക് നന്നായി തന്നെ അറിയാം. ആ കാര്യം ഞാൻ വളരെ വൈകി തന്നെയാണ് അറിഞ്ഞത്. അംബികയ്ക്ക് അതിനുള്ള ശിക്ഷ കൊടുത്തിട്ട് മാത്രമേ ഈ സരസ്വതി ഇവിടെ നിന്ന് പോകൂ എന്ന് ഉറപ്പിച്ചു പറയുകയാണ് തമ്പുരാട്ടി. ഇത് കേൾക്കുന്ന വേണുവിനും സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഒരുമിച്ച് ഹാളിൽ നിൽക്കുന്നതാണ്. അതേസമയം ദീപകിന്റെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ് തമ്പുരാട്ടി. ആ കാഴ്ച കണ്ട് എല്ലാവരും ഞെട്ടലോടെ നിൽക്കുന്നതാണ് കാണിക്കുന്നത്. തുടർന്ന് എന്തിനാണ് ദീപകിനെ അടിച്ചതെന്ന് തമ്പുരാട്ടിയോട് ചോദിക്കുകയാണ് വർമ്മ. തമ്പുരാട്ടി പറയുന്ന കാര്യം കേട്ട് ഞെട്ടലോടെ നിൽക്കുന്ന പ്രതാപവർമ്മയാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വേണുവിനെയാണ്. വേണു വീട്ടിലുള്ള എല്ലാവരെയും വിളിച്ച് ഹാളിലേക്ക് വരുത്തുകയാണ്. തുടർന്ന് രാധമ്മയോട് പറയുകയാണ്, അമ്മയില്ലാത്ത കുട്ടിയാണത്. ആ കുഞ്ഞ് നിന്നെ സ്വന്തം അമ്മയുടെ സ്ഥാനത്ത് തന്നെയാ കണ്ടിരുന്നതും. നീ അങ്ങനെ കാണിച്ചത് എന്താണെങ്കിലും ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ലെന്ന് കൂടി വേണു പറയുമ്പോൾ ഒന്നും പറയാനാകാതെ തലകുനിച്ച് നിൽക്കുകയാണ് രാധമ്മ. ഇതോടുകൂടി പ്രൊമോ വീഡിയോയുടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.